യാസിറിന്റെ ഉപദ്രവവും ഭീഷണിയും സഹിക്കവയ്യാതെയാണ് കഴിഞ്ഞ മാസം 28-ന് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നത്. പരാതി വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ലെന്നും അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI KK നൌഷാദിനെതിരെയുള്ള സസ്പെൻഷൻ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ്. വേണ്ടത്ര ഗൗരവത്തിൽ പരാതിയെ കണ്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വന്നിരിക്കുന്നത്. വീഴ്ചയുണ്ടായത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഇന്നലെയാണ് ഷിബിലയുടെ ഉമ്മ ഹസീനയും പിതാവ് അബ്ദുറഹ്മാനും മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലെത്തിയത്. മകളെ നഷ്ടപ്പെട്ടതിൽ ഉള്ളുലയ്ക്കുന്ന വേദനയുണ്ട് ഇരുവർക്കും. 5 വർഷമായോളെ അവൻ കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ 2 വർഷമായി ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അവനും വരും പോവും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും വരികയും എല്ലാ ഇതിലും നിന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ കൊലപാതകം നടത്തിയതിന്റെ തലേ ദിവസം യാസിർ വീട്ടിൽ വന്നിരുന്നു. മദ്യം കഴിച്ചതിന്റെ ഗന്ധം അനുഭവപ്പെട്ടിരുന്നു. യാസിറിന്റെ രക്ഷിതാക്കൾക്കും ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും ഹസീന പറയുന്നു. ഓലിവിടെ അയൽവാസികളാങ്ങി ഓന് 8ാം ക്ലാസ് പഠിക്കുന്ന സിസർ വലിക്കുന്നൊക്കെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഓന്റെ അമ്മ ഇവിടുന്ന് രാത്രി 1 മണിക്കൊക്കെ ഓന് പുരയിൽ വരുമ്പോ ഇങ്ങോട്ട് കയറണ്ട, എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കലുണ്ട്. യാസിറിന്റെ കയ്യിൽ നിന്ന് പുതിയ സ്റ്റീൽ കത്തി കൂടാതെ ഒരു ചെറിയ കത്തി കണ്ടെത്തിയെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയതാണ്. 2 കത്തികളും കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് ഹസീനയുടെ പ്രതികരണത്തിലും സ്ഥിരീകരിക്കുന്നു. പിന്നെ ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഒന്തി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കയത്ത് താക്കിക്കാന്. പിന്നെ ഉപ്പ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെയും കുത്തി. റിമാൻഡിൽ കഴിയുന്ന യാസിറിനായി താമരശ്ശേരി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കാറിലുണ്ടായിരുന്ന ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആസൂത്രിത കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളഴിക്കാൻ പോലീസിനും സാധിക്കൂ. അതോടൊപ്പം യാസിർ ഉൾപ്പെടുന്ന ലഹരി സംഘത്തിലെ പ്രധാന കണ്ണികളെ കണ്ടെത്താനും കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.